പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പം വിശ്വാസത്തിൽ ഈ സ്ത്രീമി വളരണ, ഈ ഹെഡ് നേഴ്സ് വളരണം കണ്ടില്ലേ? അത് കാര്യം എന്താണ്? അത് അനുതാപത്തിൻ്റെ ഫലങ്ങൾ അവർ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇവർ പറയണതേ, ഞാൻ ഹെഡ് നേഴ്സാണ്, എനിക്ക് പേഷ്യൻ്റ് കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. 20 കൊല്ലമായല്ലേ അവിടെ വർക്ക് ചെയ്യണത്. അവർ ഹെഡ് നേഴ്സാണ് അവിടുത്തെ, അവർക്ക് പേഷ്യൻ്റ് കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. വാർഡിൽ പോവുകയും പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാൻ പരിപാടിയൊന്നുമില്ല. നേഴ്സുമാരുടെ ആ വാർഡിലൊക്കെ നിശ്ചയിച്ചിരിക്കുന്ന നേഴ്സുമാരുടെ കാര്യം ഡ്യൂട്ടിക്ക് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്താൽ മതി. പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പൊതുവെ സീരിയസ് ആണ്, ഹെഡ് വെയ്റ്റോട് കൂടി ജീവിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് കർത്താവിൻ്റെ ജോലി ചെയ്യണമെങ്കിൽ ഹെഡ് വെയ്റ്റിൻ്റെ ആവശ്യമില്ല. ഞാൻ അന്ന് മുതൽ എല്ലാ വാർഡിലും പോകും. ഞാനോട് പറയും, ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ പറയും. എന്ത് മാറ്റമാണെന്ന് നോക്കിയേ. അവർ 20 കൊല്ലം ഹെഡ് നേഴ്സായിട്ടിരുന്നിട്ട് ഓഫീസിൽ ജോലി ചെയ്ത ആളാണ്. ഇപ്പം ഞാൻ എടുത്തു ചാടിയേ സംസാരിക്കത്തുള്ളൂ. എന്നെ കാണുമ്പോൾ തന്നെ മറ്റു നേഴ്സുമാർക്ക്, താഴെയുള്ള നേഴ്സുമാർക്ക് പേടിയാണ്. ഇപ്പം ഞാൻ അവരോട് സൗമ്യമായി സംസാരിക്കുന്നുണ്ട്, ശാന്തമായി സംസാരിക്കുന്നുണ്ട്. അവരെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള മാനസികാവസ്ഥ എനിക്കുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞാനത് തിരക്കുന്നുണ്ട്. ഇവരങ്ങ് ടോട്ടലി മാറി, അവരൊരു സൗമ്യതയായി മാറി. സൗമ്യതയെന്ന് പറയുന്നത് ഉടമ്പടി ചെയ്യുന്ന വ്യക്തികൾക്ക് സൗമ്യത നിങ്ങൾക്കറിയാമോ? സൗമ്യത ഒരു കോമ്പൗണ്ടാണ്. സൗമ്യത എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ഗ്രേസാണ്. സൗമ്യത എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. എനിക്കൊക്കെ സൗമ്യതയൊക്കെ വരണമെങ്കിൽ 1000 കിലോമീറ്റർ നടക്കാൻ ഓടേണ്ടി വരും. എന്തെന്ന് എനിക്ക് അല്പം തെറ്റിക്കണമെങ്കിൽ അപ്പം തന്നെ എൻ്റെ മുഖം മാറും. എനിക്കറിയാം, എന്നത്തോട് തന്നെ ഞാൻ യുദ്ധം ചെയ്താണ് ഞാൻ ഇവിടെ ജീവിക്കണത്. എന്താ പ്രശ്നം? സൗമ്യത എന്ന് പറയണമ്പോൾ ആദ്യം സ്നേഹം, പിന്നെ ക്ഷമ, പിന്നെയാണ് സൗമ്യത വരണത്. അതാണ് കോമ്പൗണ്ട് ഗ്രേസ് എന്ന്. ഇതൊക്കെ ഞാൻ കർത്താവിനോട് പറഞ്ഞ രഹസ്യങ്ങളാണ്, ആത്മീയ രഹസ്യങ്ങൾ, അല്ലാതെ ഞാനൊരിടത്തും പഠിച്ചതല്ല. സൗമ്യത എന്ന് പറയുമ്പോൾ ആദ്യം കഴിഞ്ഞ സ്നേഹമാണ് വരണത്. ഇപ്പോൾ തൻ്റെ ഈ കൊടുക്കണേ നൽകണേ എന്താണ്? ആരൊക്കെ എന്തായാലും എന്തെങ്കിലും നൽകണമെന്ന് തോന്നണേ എന്താണ്? സ്നേഹമാണത്. അതാണ് തൻ്റെ ഏകജാതന് നൽകാൻ തക്ക വിധം. അത് 3:16 വായിച്ചേ, യോഹന്നാൻ 3:16. ശ്രുതികട്ടെ, ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 3:16. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എത്രമാത്രമാണെന്ന് ഒരു പിടിയില്ല. അത് ഇത്രമാത്രം ഒന്ന് ദൈവം പറയും. നീ എന്നെ എന്തുമാത്രം സ്നേഹിച്ചെന്ന് ചോദിച്ചാൽ ദൈവം പറയും, നീ കുരിശിട്ട് നോക്കി, എൻ്റെ ഏകജാതനെ ഇതുപോലെ നൽകാൻ തക്ക വിധം അത്രമാത്രം സ്നേഹിച്ചു. അപ്പം കുരിശുരൂപം കാണുമ്പോൾ നമുക്ക് തോന്നേണ്ടത് ദൈവസ്നേഹമാണ്. ദൈവസ്നേഹത്തിൻ്റെ ഒരു തുറന്ന ബൈബിളാണ് ഈ കുരിശുരൂപം എന്ന് പറയണത്. അതുകൊണ്ട് തന്നെ കുരിശുരൂപം, ചിലരോട് ചോദിക്കുക, അച്ഛാ കുരിശുരൂപം വീട്ടിൽ വെക്കാൻ പറ്റുമോ അച്ഛാ? എന്താണ് കാര്യം? അന്ധവിശ്വാസികളെ, വിശുദ്ധ അന്ധവിശ്വാസികളുണ്ടേ. കുറേ ആൾക്കാർ അന്ധവിശ്വാസികളെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് അവിശുദ്ധ അന്ധവിശ്വാസികളും പിന്നെ വിശുദ്ധ അന്ധവിശ്വാസികളും. അവർ വിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് ഇതിൻ്റെ അകത്ത് കുറേ, അച്ഛാ കുരിശുരൂപം വീട്ടിൽ വെക്കാമോ അച്ഛാ? എന്നോട് നേരെ പച്ചക്കറിൻ്റെ മുഖത്ത് ചോദിക്കണാണേ. അപ്പോൾ എന്താ കാര്യം? കുരിശുരൂപം വീട്ടിൽ വെച്ചാൽ നമ്മൾ മരിക്കുമ്പോൾ തലയ്ക്ക് ഭാഗത്ത് വെക്കണമല്ലേ കുരിശുരൂപം. അപ്പോൾ വീട്ടിൽ മരണം ഉണ്ടാകുന്ന അവർ വിശ്വസിക്കണത്. പരിപാടി തിണ്ടിയില്ലേ? പിശാച് എന്തും തന്ത്രപരമായിട്ടാണ്. പക്ഷേ കുരിശിൽ കർത്താവ് കിടക്കുമ്പോൾ എന്താ തോന്നണത്? അത് 3:16. അത് 3:16. എന്താണത്? തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ഇത്രമാത്രം. അതാണ് സംഭവം. ദൈവം നമ്മളെ സ്നേഹിച്ചു. കൈയടിക്കട്ടെ. എൻ്റെ ദൈവം ഏകജാതനെ നൽകി എനിക്കായി. എൻ്റെ യേശു പരിഹാരം ബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിൻ്റെ മാറിൽ പാപിയെ പോലെ പിടഞ്ഞവനേ. ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കായി എൻ്റെ യേശു പരിഹാര ബലിയായി.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അത് എൻ്റെ മക്കളെ, അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയണത് ഒന്നും മുതലാകത്തില്ല. അതാണ് പ്രശ്നം. ഒന്നും മുതലാകത്തില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാകണം. എന്താ ഒന്നും മുതലാകത്തില്ലെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തൻ്റെ ഏകജാതിനെ നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം സ്നേഹിച്ചു. ഇനി ഏകജാതം വന്നപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്താണ്? വിശേഷ വിധിയായി നിങ്ങൾ എന്താണ്? അതാണ് പ്രശ്നം. നമ്മൾ സാധാരണ രീതിയിൽ ചെയ്താലൊന്നും ദൈവത്തിന് മുതലാകത്തില്ല. 5:46 എടുത്തേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ, കേട്ടോ ഒന്ന് പറഞ്ഞേ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ഒലക്ക മുഴുകി കിട്ടുമെന്നാണ് ഈ പറയണത്. മനസ്സിലായില്ലേ? നിങ്ങൾ സ്നേഹിക്കുന്നവരെ മാത്രമാണ് നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സ്വാഹ. അത്രേ ഉള്ളൂ, ഒന്നുമില്ല. എല്ലായിടത്തും നോക്കി വരച്ചാൽ മതി. ദൈവം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്താ കാര്യം? അടുത്ത നോക്കിയേ, എന്താണ്? ചുങ്കക്കാർ പോലും. അതേ, ചുങ്കക്കാർ പിന്നെയും വരാൻ തുടങ്ങി. ചുങ്കക്കാർ പോലും അന്നത്തെ ഏറ്റവും കൂടുതൽ പാപികളുടെ കൂടെ ചേർത്തിരുന്ന ആൾക്കാരെയാണ് ചുങ്കക്കാർ. വേശ്യാവൃത്തിയും ചുങ്കപ്പണിയുമാണ് യഹൂദൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത സാധനം. അവർ പോലും പറഞ്ഞേ, ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? ചുങ്കക്കാർ പോലും നിങ്ങൾ അവരെ സ്നേഹിക്കുന്നവരെ തന്നെ അവർ സ്നേഹിക്കുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ, സഹോദരൻ കുടുംബക്കാരില്ലേ, കുടുംബക്കാരും സമുദായക്കാരും ഒക്കെ ഇല്ലേ, അവരെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളെങ്കിൽ വിശേഷവിധിയായി കിടക്കുന്ന ചട്ടിങ്കലോ. എന്താണ് വിശേഷവിധിയായി? ഇവിടെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും ദൈവത്തെ അറിയാത്തവരും അത് തന്നെ ചെയ്യുന്നില്ലേ? അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സ്റ്റാറ്റസ് ആൻഡ് റാങ്കിങ് വർദ്ധിപ്പിക്കണം. എന്ത് ചെയ്യണം? അതായത് നമ്മൾക്ക് സ്വാഭാവികമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് സ്നേഹമായിട്ട് ദൈവം കണക്കാക്കുന്നില്ല. സ്വാഭാവികമായ കമ്മിറ്റ്മെൻ്റ് ഇല്ലേ? അമ്മ മകൾക്ക് കൊടുക്കുന്നു, അമ്മായിയമ്മ മരുമകൾക്ക് കൊടുക്കുന്നു, അങ്ങനെ നാട്ടുകാർ നമ്മളെ വീട്ടിലുള്ളവർ ബന്ധുക്കൾക്ക് സ്വന്തപ്പെട്ട് കൊടുക്കുന്നു. ഇതൊന്നും സ്നേഹമായിട്ട് ദൈവം കണക്കാക്കുന്നില്ല. അപ്പം തന്നെ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി. ഇവിടെ എന്താ പറയണത്? മത്തായി 5:46 എന്താ പറയുന്നത്? വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുക? അപ്പോൾ ദൈവം അവൻ പറയണ പോലെ ചെയ്യാം, പക്ഷേ വിശേഷ വിധിയായി ചെയ്യണം. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ നമ്മുടെ സ്വാഭാവിക കടമകളുടെ അപ്പുറത്തേക്കാണ് ഉടമ്പടി നിങ്ങളെ പിടിച്ചോണ്ട് പോണത്, കൈ പിടിച്ചോണ്ട് പോണത്. എന്ന് വെച്ചാൽ അത് നിത്യതയിലേക്കാണ്. കൈ അഴിക്കട്ടെ. നിത്യതയോടടുപ്പിക്കുന്നു എല്ലാ അനുഭവങ്ങൾക്കും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളുടെ ഇതിനകത്ത് വിഷയം എന്താണ്? ഉടമ്പടി എന്ന് പറയണത് നിത്യതയിലേക്കുള്ളൊരു യാത്രയാണ്. അത് കാരണം അതിൻ്റെ ആസ്തികളാണ് നമ്മളിവിടെ വെച്ച് സംഭരിക്കണത്. അതുകൊണ്ടാണ് വിട്ടുവീഴ്ചയില്ലാത്തത്. അതാണ് വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? എക്സ്ട്രാ ചെയ്യണത് എന്താണെന്ന് ചോദിക്കണത്. പക്ഷേ എക്സ്ട്രാ ചെയ്യണത് എന്തിനു വേണ്ടിയാണ്? നിത്യതയ്ക്ക് വേണ്ടിയാണ്. യു ഗോട്ട് ദ പോയിന്റ്. ഇറ്റ് ഇസ് ക്ലിയർ അല്ലേ? അതായത് ഈശോ പറയുന്നത് എന്താണ്? നമ്മൾ എനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ വായിച്ചായിരുന്നു, എനിക്ക് ജെറുസലേമിലേക്ക് കർത്താവ് പറഞ്ഞതാണേ. എനിക്കാണത് മത്തായിയുടെ സുവിശേഷം 16:21 എടുത്തേ. ശ്രദ്ധിക്കട്ടെ. മത്തായി 16:21. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. അപ്പോൾ ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി എന്ന് പറയണത്, ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ആഴ്ചയിലാണ് ഇത് എല്ലാപ്പോഴും വായിക്കുന്നതാണ് ഈ ഭാഗങ്ങൾ. പക്ഷേ അപ്പോഴും ഈശോ പറഞ്ഞത്, ഇടമനെ ഇത് ജെറുസലേമിലേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ തലസ്ഥാനമൊന്നുമല്ല, ഞാൻ സ്വർഗീയ ജെറുസലേമിലേക്ക് പോകുന്ന യാത്രയാണ് ഞാൻ തുടങ്ങിയത്.
അത് ഞങ്ങൾ സെമിനാരിൽ പോലും പഠിക്കാത്ത സംഭവമാണ്. കാര്യം ഇതിന് ജെറുസലേം ഗലീലി ടു ജെറുസലേം എന്നും പറഞ്ഞ് യുക്കാട് സുവിശേഷത്തിൽ ഒരു മാർഗത്തിൻ്റെ സുവിശേഷം കാരണം ഈ ഒരു കാര്യമാണ്. കാര്യം ലൂക്ക സുവിശേഷം എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ ഒരു യാത്ര 3 കൊല്ലം കൊണ്ട് തീരണതാണ്. അത് ഗലീലിയ മുതൽ ജെറുസലേമിലേക്കുള്ള ഒറ്റ യാത്രയായിട്ടാണ്, ചിലപ്പോൾ 3 യാത്രയായിട്ടൊക്കെ അവതരിപ്പിക്കും അവർ. എന്താ ആ ജെറുസലേമിൽ ചെന്ന് എത്തണ സമയത്ത് വെച്ചാണ് ഈശോയ്ക്ക് പീഡാനുഭവം ഉണ്ടാകുന്നത്, പിന്നെ തിരുവുത്ഥാനം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതേ രീതിയിലാണ്. പക്ഷേ ഈ ഭാഗം ഞാനൊരു 100 പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ആഴ്ച വായിച്ചപ്പോൾ ഈശോയുടെ ആത്മാവ് പറഞ്ഞു, ഇത് നിങ്ങൾ പറയുന്ന ജെറുസലേം എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്ന ആ ഭാഗം ഒരു ടോപ്പോഗ്രഫിക്കലായിട്ടുള്ള ഒരു എൻറ്റിറ്റി അല്ല. ഐ മെൻറ്റ് ദാറ്റ് ഇറ്റേണൽ ജെറുസലേം. ബൈബിൾ അവസാനിക്കുന്നത് എങ്ങനെയാണ്? ബൈബിൾ വെളിപാട് അവസാനിക്കുന്നത് നമ്മുടെ സ്വർഗീയ ജെറുസലേമിലേക്ക് എത്തിച്ചേരണമാണ്. ഈ യാത്രയെക്കുറിച്ചാണ് ഞാൻ പറയണമെന്ന് എന്നോട് പരിശുദ്ധാത്മാവ് ഒരു സൂചന നൽകിയപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇനി താഴേക്ക് നീ ഇതുപോലെ വായിക്കാൻ പറഞ്ഞു. നിത്യതയെക്കുറിച്ച് സുവിശേഷത്തിന് നീ പുനർവായന കൊടുക്കാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞ വചനങ്ങളെ പുനർവായനയിലൂടെ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുപോയത് എന്താണെന്നറിയാവോ? പിന്നീട് ഞാൻ എൻ്റെ മനസ്സിൽ കർത്താവ് തന്നത് 16:24 ശ്രുതികട ഹല്ലേലൂയ. മത്തായി 16:24 ശ്രുതികട ഹല്ലേലൂയ. മത്തായി 16:24 യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇവിടെയാണ് പ്രശ്നമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇത് പറഞ്ഞിരിക്കുന്നത് ഗാഗുൽത്തായി പോയി പത്രോസും ശിഷ്യന്മാരും എല്ലാവരും കൂടെ പോയിട്ട് അനുഗമിച്ച് അവിടെ പോയി കർത്താവിനെ പോലെ കുരിശ കിടക്കുന്ന കാര്യമല്ല പറയണത്. നമുക്ക് ഇത് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ താഴേക്ക് വായിക്കുമ്പോൾ നമ്മളൊക്കെ ഇതും അങ്ങനെയായിരിക്കുന്നു. അല്ല, നമുക്ക് എനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കണമെന്ന് ഈശോ പറഞ്ഞത്. ശിഷ്യന്മാരെ കൂട്ടിയിട്ടില്ല അവിടെ. എനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കണത്. ഇനി ആർക്കെങ്കിലും നിത്യതയിലേക്ക് എൻ്റെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ പിന്നെന്താ ചെയ്യണത്? ആർക്കെങ്കിലും എന്നെ അനുഗമിക്കാൻ നിത്യ ജെറുസലേമിലേക്ക് പോണ യാത്രയിൽ ആർക്കെങ്കിലും എന്നെ അനുഗ്രഹിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ 16:24 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? നിങ്ങളെ തന്നെ സ്വയം പരിത്യജിക്കണം. എന്ത് ചെയ്യണം? ദിവസേനയുള്ള തന്നെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം. അപ്പോൾ സ്വർഗീയ നിത്യതയെ അനുസരിച്ചിട്ടാണ് ഈ കുരിശ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ടും കുരിശാണല്ലോ എന്ന് പറയത്തില്ലേ? പ്രാർത്ഥിച്ചിട്ടും കുരിശാണല്ലോ എന്ന് പറയത്തില്ലേ? ഇപ്പോൾ സിമിയും അങ്ങനെയാണ് പറഞ്ഞത്. എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അതൊക്കെ മുമ്പ് വേറെ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസംബർ 7-ാം തീയതി, ഇന്നലെ 8-ാം തീയതിയല്ലേ, 7-ാം തീയതി ഒരു സാക്ഷ്യം ഉണ്ടായി. ആ സാക്ഷ്യത്തില് ശ്രുതിയുടെ മക്കളെ മഞ്ജു വർഗീസ് 7-ാം തീയതി എടുത്ത സാക്ഷ്യമാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കിയിരുന്നു. മഞ്ജു വർഗീസ് ഈ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. മഞ്ജു വർഗീസ് പറഞ്ഞ ഇതാണ്, എനിക്ക് ഈ ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ദൈവവുമായിട്ടുള്ള മൽപ്പിടുത്തങ്ങൾ അവസാനിപ്പിച്ചെന്ന്. എനിക്ക് പണ്ട് മുതലുള്ള കുഴപ്പമാണ്. എന്താ കാര്യം? ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ദൈവവുമായിട്ട് എപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുമെന്ന്. എന്താ തർക്കിക്കണത്? ഞാനല്ലേ ഇങ്ങനെ ഉപവസിക്കണത്? എൻ്റെ അനിയത്തി ഉപവസിക്കണില്ല, അവളുടെ കാര്യമെല്ലാം നടക്കണുണ്ടല്ല. മനസ്സിലായില്ലേ? കാര്യം ചില സമയത്ത് നമുക്ക് ഇപ്പോൾ ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നാലേ ചേട്ടത്തിയും അനിയത്തിയും അപ്പോൾ ആ ചേട്ടത്തി പോയി അവൾ 10-ാം ക്ലാസ് ചിലപ്പോൾ തോറ്റു പോകും, ചിലപ്പോൾ ജയിക്കും. അവളുടെ കാലത്ത് അപ്പന് അസുഖം ഉണ്ടാകും. പക്ഷേ തന്നെ അവളുടെ അപ്പൻ്റെ കാര്യം അമ്മയുടെ കാര്യം നോക്കുമ്പോൾ അനിയത്തി ഒന്നും അറിയാതെ പഠിച്ചു പോകും. അവൾക്ക് റാങ്ക് കിട്ടും, അവൾക്ക് ഉദ്യോഗം കിട്ടും, അവൾക്ക് ലവ് അഫെയർ കിട്ടും. ചേട്ടത്തേക്കാൾ നേരത്തെ അവൾക്ക് ജോലിയും കിട്ടി, അവൾ കല്യാണം കഴിച്ച് അവളെ പ്രസവിക്കുകയും ചെയ്തു. പോരെ? പക്ഷേ അനിയത്തി അപ്പോഴും ഒരിടം പരവില്ലാതെ നിൽക്കും. ഞാനാണല്ലോ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, നിനക്ക് വേണ്ടി ഞാനാണല്ലോ എൻ്റെ അപ്പനെ നോക്കിയത്. എൻ്റെ അനിയത്തി നോക്കിയില്ലല്ലോ അപ്പനെ, എൻ്റെ ആങ്ങളെ ശ്രദ്ധിച്ചില്ലല്ലോ. അവനൊക്കെ ഇപ്പോഴല്ലേ കയറി വന്നത്. അവരൊക്കെ വീട് വെക്കാൻ നോക്കി ആരുമായിട്ട് കല്യാണം ഒത്തു വന്നപ്പോൾ അവർക്ക് വീട് വെക്കാൻ വേണ്ടി അപ്പൻ്റെ സ്വത്ത് മേടിക്കാൻ വേണ്ടി ഇപ്പോഴല്ലേ അപ്പനെ നോക്കാൻ വന്നത്. ഇങ്ങനെ തർക്കിച്ചുകൊണ്ടേ ഇരിക്കും ഓരോ കാര്യങ്ങൾ ദൈവത്തോട്. എൻ്റെ മക്കളെ ഓർക്കുക, ദൈവവുമായിട്ടുള്ള ബന്ധം ഇവിടെ അവസാനിക്കണതല്ല. നിങ്ങൾ ഈ ജീവിതം ഇന്നത്തെ ജീവിതത്തിൽ ഇന്ന് അവസാനിക്കുന്ന വിചാരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല, അനിയത്തിനെ കിട്ടി, അയൽവാസിയെ കിട്ടിയത് ദൈവത്തിൻ്റെ കഴുത്തേക്കാളും ചെല്ലുന്നത്. മിണ്ടാതിരിക്കണം. അതായത് നമ്മുടെ നിശബ്ദതയാണ് നമ്മുടെ നിയോഗം. ഇന്നലെ ഞാൻ വെളുപ്പിനെ ഒരു സ്വപ്നം കണ്ടു. ഇതൊക്കെ ഇന്നലെ പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ്.
പക്ഷേ ഇന്നലെ അമ്മ പറയിപ്പിച്ചില്ല. അത് ഇന്നലെ പറയാനുള്ളതല്ല, ഇന്ന് പറയാനുള്ളതാണെന്നാണ് പറയണത്. കാരണം ഇന്നലെ ഞാൻ കണ്ട സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂഷെ എന്ന് പറഞ്ഞ വൈദികൻ, എനിക്ക് ആ പേര് പോലും അറിയാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. ക്രൂഷെ ഒരു ഫോറിൻ വൈദികനാണ്. അർത്തിങ്ക പോലുള്ളൊരു ബസിലിക്കയുടെ അരികിൽ ആ അകത്ത് നിന്നുകൊണ്ട് ഈ കുർബാന അർപ്പിക്കുകയാണ്. അർത്തിങ്ക പോലൊക്കെ എനിക്ക് തോന്നിയതാണ്, ഒരു ബസിലിക്കയാണ് സംഭവം, ഒഫീഷ്യൽ ചർച്ചാണ്. അപ്പോൾ ഈ ക്രൂഷെ എന്ന് പറയുന്നൊരു വൈദികൻ പണ്ടൊരു സന്യാസ സഭ സ്ഥാപിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടുള്ള ഒരു വൈദികൻ ഈ ബസിലിക്ക സന്ദർശിക്കാൻ വന്നു. സ്വപ്നമാണേ, ഇന്നലെ 5:20 സ്വപ്നമാണ്. ഇന്നലെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമല്ലേ. അപ്പോൾ സ്വർഗത്തിൻ്റെ ഒരു മെസ്സേജാണ് വരണത്. അപ്പോൾ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റതാണ്, അല്ല 4 മണിക്ക് എഴുന്നേറ്റതാണ്. പിന്നെയും ശരീരം തളർന്ന കാരണം പോയി കിടന്ന് ഉറങ്ങിയപ്പോഴാണ് ഈ സ്വപ്നം വന്നത്. അപ്പോൾ എന്നെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൂഷയുടെ ഒരു പിൻഗാമിയായിട്ടൊരു അച്ഛനുമായിട്ട് ഞാൻ അച്ഛന് ഇന്ന് കുർബാന അർപ്പിക്കണം, അച്ഛനാണ് കുർബാന അർപ്പിക്കണത്. അപ്പോൾ ഞാൻ ഈ അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് കുർബാനയ്ക്ക് പിതാനും പുത്രനും പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ മേക്ക് എടുത്തിട്ട് ഈ അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇത് ക്രൂഷ അച്ഛൻ്റെ പിൻഗാമിയായിട്ടുള്ള അച്ഛനാണ്. ഈ അച്ഛൻ ക്രൂഷ അച്ഛൻ ചെയ്തിരിക്കുന്നത്, അതായത് ഇൻറ്റൻഷൻസ്, സൈലൻസ് ആൻഡ് ഇൻറ്റൻഷൻസ് എന്നും പറഞ്ഞൊരു സഭ സ്ഥാപിച്ചിട്ടുണ്ട്. സൈലൻസ് ആൻഡ് ഇൻറ്റൻഷൻസ് എന്ന് പറഞ്ഞൊരു സഭ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ് ആക്കിയിട്ടില്ല. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു നോ 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 എന്ന് പറഞ്ഞു, അങ്ങനെ അല്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സൈലൻസ് ഓഫ് ഇൻറ്റൻഷൻസ്. അപ്പോൾ എനിക്കറിയത്തില്ല ഈ മെസ്സേജ്, അപ്പോൾ എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഈ സന്യാസ സഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സൈലൻസ് ആസ് ഇൻറ്റൻഷൻസ്, സൈലൻസ് തന്നെയാണ് നിയോഗമെന്ന്. അപ്പോഴും അച്ഛൻ പറഞ്ഞു നോ നോ എന്ന് പറഞ്ഞു. അപ്പോഴും പിന്നെ വെളിപാടുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് പിന്നീട് ഞാൻ പറഞ്ഞു സൈലൻസ് ഇൻറ്റൻഷൻസ് ആണ്, സൈലൻസ്ഡ് ഇൻറ്റൻഷൻസ് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നിശബ്ദമാക്കപ്പെട്ട നിയോഗങ്ങളുടെ സന്യാസ സഭ എന്ന് പറഞ്ഞു. അപ്പോഴും ഈ അച്ഛൻ നോ പറഞ്ഞു. പിന്നീട് ഞാൻ തിരുത്തി പറഞ്ഞു, അതായത് അപരിചിതമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തി കൈവരിക്കുന്ന മൗനത്തിൻ്റെ സമർപ്പണ ജീവിതമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ഓക്കെയായി. ഞാൻ അതുപോലെ തന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വിഷയം വേറെയാണ്, വേറെ ചാനലിൽ കയറി വരികയാണെന്ന് മനസ്സിലായി. ഞാൻ എഴുന്നേറ്റ് എൻ്റെ നോട്ട് ബുക്ക് മൊത്തം എഴുതി വെച്ചത്, ഇത് മുഴുവൻ ഒപ്പിട്ട്, ഡേറ്റ് ഇട്ട് ഒപ്പിട്ട്, ടൈം ഇട്ട് ഒപ്പിട്ട് കളഞ്ഞ്. കാരണം എൻ്റെ മരണത്തിന് ശേഷം ഏതെങ്കിലും കാലത്ത് ഈ സ്വപ്നത്തെക്കുറിച്ച് സഭ പഠിക്കണ കാലത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നുവെന്ന് പറയും. അത് ഡോക്യുമെൻ്റ്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അനേകം നിയോഗങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മൾ നിയോഗങ്ങളെ കിട്ടിയില്ലെങ്കിൽ ഉടനെ ദൈവമായിട്ട് ഉടനെ ഗുസ്തിക്ക് തയ്യാറാകുകയാണ്. അതാണ് നമ്മൾ പറയണത്, ഞാൻ ദൈവത്തുമായിട്ട് ഗുസ്തിക്ക് തയ്യാറാകുകയാണ്. പക്ഷേ എന്താ പ്രശ്നം? അതായത് നിങ്ങൾ ഒരു നല്ല ചൈതന്യമുള്ള വിശ്വാസിയാണെങ്കിൽ എന്തു ചെയ്യും? നിങ്ങൾ ദൈവമായിട്ട് യുദ്ധത്തിന് പോകത്തില്ല. അതാണ് ഇവൾ പറയണത്, മഞ്ജു വർഗീസ് പറയണത്. ഞാനിപ്പോഴേ എന്തെല്ലാം നെഗറ്റീവ് സംഭവിച്ചാലും എൻ്റെ കർത്താവുമായിട്ട് ഞാൻ യുദ്ധത്തിന് പോകത്തില്ല. എന്നിട്ട് ഞാൻ എഴുതി തന്ന ആ സ്വപ്നത്തിൻ്റെ താഴെ എഴുതി മാതാവിൻ്റെ സ്പിരിച്വാലിറ്റി അതാണ്. എന്താണ്? ഒരു തർക്കത്തിൻ്റെ സമയം, ഒരു സമാധാനം ചോദിക്കേണ്ട സമയത്ത് സമാധാനം ചോദിക്കാതെ ഹൃദയത്തെ സംഗ്രഹിക്കുന്ന മറിയത്തെയാണ് സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. മറിയമാണിതിൻ്റെ ആൾ ശരിക്കും പറഞ്ഞാൽ. ഈ നിശബ്ദ നിയോഗങ്ങളുടെ, അതായത് നിശബ്ദ നിയോഗങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ നിയോഗങ്ങളുടെ മേലെ ദൈവം കൈവച്ച് ആ നിയോഗങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവമായിട്ട് ഗുസ്തിക്ക് പോകുന്ന അവിശ്വാസിയും ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നിൻ്റെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകൾ ഉപയോഗിക്കുന്നെങ്കിൽ നീ മാതാവിനെ പോലെ ഹൃദയത്തെ സംഗ്രഹിച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി അത് കാഴ്ചവെച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടിയുള്ള കുരിശായിട്ട് അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിത്യതയുടെ ഓഹരിയാണ് ശരിക്കും കുരിശ്. നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. ഞാൻ ജെറുസലേമിലേക്ക് പോകണമെന്നാണ് ഈശോ പറഞ്ഞത്, അല്ലാതെ നമ്മൾ പോകണമെന്നല്ല. പക്ഷേ ഇവർ 5-8-10 പേരുണ്ടായിരുന്നു, 12 പേരും കൂടിയാണ് ജെറുസലേമിലേക്ക് പോയത്. പക്ഷേ ഈശോ ഇവിടെ പറയണത് ഞാൻ ജെറുസലേമിലേക്ക് പോകണമെന്നാണ് പറയണത്. നിങ്ങൾ പോണ കാര്യം പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ കൂടെ നിത്യ ജെറുസലേമിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ 16-24 വർക്കൗട്ട് ചെയ്യണം. എന്താണ് 16-24 എന്താണ്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കണം. സ്വയമാണല്ല പ്രശ്നം. ഇവിടുത്തെ മെയിൻ പ്രശ്നം സ്വയമാണ്. സ്വയം എന്ന് വെച്ചാൽ എൻ്റെ സുഖം, എൻ്റെ താല്പര്യം, എൻ്റെ സന്തോഷം, എൻ്റെ സെക്യൂരിറ്റി, ഇതാണ് സ്വയം. ഈ സ്വയം നിൽക്കുന്നിടത്തോളം കാലം ആർക്കും നിത്യതയിലേക്ക് കയറി പറ്റാൻ പറ്റത്തില്ല. കാര്യം അവർ അഹങ്കാരികളും തോന്നിവാസികളും അവരുടെ കാര്യം നടത്താൻ വേണ്ടി ദൈവത്തെ ദുരുപയോഗിക്കുന്നവരുമാകും. അതുകൊണ്ട് തന്നെ അവരെ ബഹളക്കാരെന്നാണ് ദൈവം വിളിക്കുന്നത്. ഡയറസിൻ്റെ വീട്ടിൽ നിത്യതയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ കർത്താവിന് കഴിയുമെന്നുള്ള സൂചനയായിട്ട് ഭൂമിയെ മരിച്ചൊരുപോയ മനുഷ്യനെ ഉയർപ്പിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു ബഹളക്കാർ ഗെറ്റൗട്ട് അടിക്കാൻ പറഞ്ഞു. ഉടനെ അവിടെ നിന്ന് പറഞ്ഞു ബഹളക്കാർ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. കരഞ്ഞു കൂപിക്ക് നിലവിളിച്ച് നടക്കുന്ന, കഴിഞ്ഞ കാലത്തെ ഓർത്ത് നിരാശപ്പെട്ട് നടക്കുന്ന ആൾക്കാരും എഴുന്നേറ്റ് പോകാൻ, നിങ്ങൾക്കിവിടെ സീറ്റില്ലെന്ന് പറഞ്ഞു. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ.
യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. മത്തായി 9:23-24. മത്തായി 9:23-24. യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി കുഴലൂത്തുകാരെയും ബഹളം വയ്ക്കുന്ന ജനങ്ങളെയും കണ്ടു പറഞ്ഞു, നിങ്ങൾ പുറത്തു പോകുവിൻ. നിങ്ങൾ പുറത്തു പോവുക. അതാ സംഭവം. തർക്കിക്കാൻ പോയാൽ, ദൈവമായിട്ട് തർക്കിക്കാൻ പോകുന്നതിന് ദൈവം ഗെറ്റൗട്ട് അടിക്കും. ഇത് എവിടെ നിന്നാണ് ഗെറ്റൗട്ട് അടിക്കണമെന്ന് അറിയാവോ? എവിടെ നിന്നാണ് ഗെറ്റൗട്ട് അടിക്കണം? നിത്യതയിൽ നിന്നാണ് ഗെറ്റൗട്ട് അടിക്കണത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവമായിട്ട് തർക്കിക്കാൻ. അതുകൊണ്ടാണ് മറിയത്തിന് ജ്ഞാനമുണ്ട്. മറിയം എന്ത് ചെയ്തു? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വേദനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ലെന്ന് ചോദിക്കും. മറിയത്ത് തിരിച്ചു ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്നോട് പറഞ്ഞിട്ട് വേണ്ടി ഇവിടെ നിൽക്കാൻ? നിനക്ക് 12 വയസ്സല്ലേ ആയുള്ളൂ. നിന്നെ ഞാനല്ലേ കൂട്ടിക്കൊണ്ട് വന്നത്. നിൻ്റെ അപ്പൻ ഒരു കൊല്ലം മുഴുവൻ പണിയെടുത്തിട്ട് കിട്ടിയ കാശിൻ്റെ ബാക്കി വെച്ചിട്ടല്ലേ ഈ നാരങ്ങ വെള്ളം കുടിച്ച് നടന്നിട്ടല്ലേ അവസാനം നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ നിൽക്കത്തില്ലേ എന്ന് പറഞ്ഞ് തർക്കിക്കാനോ ബഹളം ഉണ്ടാക്കാനോ അമ്മ പോയില്ല. അമ്മ എന്ത് ചെയ്ത്? അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാണ് വിഷയം. ദൈവവുമായിട്ട് തർക്കിക്കേണ്ട ഒത്തിരി അവസ്ഥകളുണ്ടാകും. നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു. പക്ഷേ അതേസമയം തന്നെ ചോദ്യം പെശക് എന്ന് കണ്ടപ്പോഴെന്ത് ചെയ്ത്? അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്താ കാര്യം? നിത്യതയുടെ ജ്ഞാനങ്ങളിലെ ദൈവത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. സിമി സാക്ഷ്യത്തിൽ പറയണേ, എൻ്റെ മകൻ ഞാനിങ്ങനെ കർത്താവിൻ്റെ കാര്യം ക്രമീകരിച്ചപ്പോൾ ഞാൻ ആദ്യം കൊടുത്ത ഏറ്റവും ബെസ്റ്റ് സ്കൂളിൽ നിന്ന് എന്നെ വിളിച്ചു. നിൻ്റെ മകൻ ഇവിടെ അഡ്മിഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഇതിനു വേണ്ടിയല്ലേ ഇവിടെ കരഞ്ഞുകൊണ്ട് നടന്നത്. അപ്പോൾ കൂടെ ഉള്ളവർ ചോദിച്ചു, സിമി ഇതെന്ത് പരിപാടിയാണിത്? നിൻ്റെ യോഗ്യത എന്താണ്? നിൻ്റെ ലിസ്റ്റ് വരുമ്പോൾ നിനക്ക് ഇത്രയും അയോഗ്യത നിനക്കുണ്ട്. നിന്നേക്കാൾ നേരത്തെ അഡ്മിഷൻ കൊടുത്തു. നിൻ്റെ മകനേക്കാൾ കൂടുതൽ മാർക്ക് ഞങ്ങൾക്കുണ്ട്. നിൻ്റെ മകനേക്കാൾ കൂടുതൽ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്കുണ്ട്, മാർക്കുണ്ട്. പക്ഷേ ഞങ്ങളുടെ മകന് കിട്ടിയിട്ടില്ല. നിൻ്റെ മകന് മാത്രം ഇവിടെ വിട്ടാൻ കാര്യം എന്താണ്? അപ്പോൾ സിമി പറയും, എനിക്കൊരു മാതാവുണ്ടെന്ന് പറയും. അതാണ് എന്നുള്ള മാസം. വേറെ വേറെ ഉത്തരവില്ല അതിന് ഉത്തരത്തിലേ ഉള്ളൂ. കൃപാസനം മാതാവ്. എന്താണ്? ഉടമ്പടി. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരുമിച്ച് പാടാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ കൃപയുടെ കൂടാരമേ, സഞ്ചാരി മാതാവേ, കൃപയുടെ കൂടാരമേ, വാഗ്ദാന പേടകമേ, കൃപാസനത്തിൻ്റെ അമ്മേ, വാഗ്ദാന പേടകമേ, കൃപാസനത്തിൻ്റെ അമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് തന്നെയാണ് മഞ്ജു വർഗീസ് പറയണത്, എൻ്റെ തർക്കമില്ല, ഞാൻ അവസാനിപ്പിച്ചു എന്ന്. എനിക്കിപ്പോൾ തർക്കിക്കാൻ തോന്നണേയില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. ദൈവത്തിൻ്റെ മനസ്സിൽ ഞാൻ സംതൃപ്തിയാണെന്ന്. ദൈവത്തിൻ്റെ മനസ്സ് എന്ത് തന്നെയായാലും എന്നെക്കുറിച്ചുള്ള സംതൃപ്തിയിൽ ഞാൻ സംതൃപ്തിയാണെന്ന് പറയണതാണ് ഈശോ പറഞ്ഞത്. എന്താണ്? ഈ വെള്ളം കുടിക്കുന്നവന് ഇനിയും ദാഹിക്കും, ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ഇനി ദാഹിക്കുകയില്ല. ദാറ്റ് ഈസ് മഞ്ജു വർഗീസ് അഭിഷിക്തയായിരിക്കുന്നു. കർത്താവിൻ്റെ അഭിഷേകം മേടിച്ചിരിക്കുന്നു. അവക്കിന് ഇനി ഈ അഭിഷേകത്തിൻ്റെ നീണ്ടുനിൽപ്പിനാണ് സ്വർഗമെന്ന് പറയണത്. അവിടെ നിന്ന് അവിടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു നിൽക്കും. ഇനി മരണമില്ലെന്ന് കൈയ്യടിക്കട്ടെ. സഞ്ചാരി മാതാവേ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ സഞ്ചാരി മാതാവേ, കൃപയുടെ കൂടാരമേ, സഞ്ചാരി മാതാവേ, കൃപയുടെ കൂടാരമേ, വാഗ്ദാന പേടകമേ, കൃപാസനത്തിൻ്റെ അമ്മേ, വാഗ്ദാന പേടകമേ, കൃപാസനത്തിൻ്റെ അമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
വെളിപാട് 21:4. വെളിപാട് 21 ബൈബിൾ അവസാനിക്കാൻ പോകണേ. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. വെളിപാടിന്റെ പുസ്തകം 21:4 അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അനുഭവം നമുക്ക് ഭൂമിയിൽ വെച്ച് തന്നെ കിട്ടും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് കരഞ്ഞ കാര്യം, പണ്ട് നിലവിളിച്ച കാര്യം, പണ്ട് ബഹളം ഉണ്ടാക്കിയ കാര്യങ്ങളെ ഇപ്പോഴും നമുക്ക് ബഹളം ഉണ്ടാക്കാൻ തോന്നണില്ലെന്നാണ് മഞ്ജു വർഗീസ് പറയണത്. എന്താ കാര്യം? അവൾക്ക് അതിൻ്റെ അഭിഷേകം കിട്ടിയിരിക്കുന്നു. ദൈവത്തോട് നമ്മൾ ചോദിക്കേണ്ടത് ക്യാഷ് ആൻഡ് കൈൻഡ് അല്ല, മറിച്ച് അനോയിൻമെൻ്റാണ് ചോദിക്കേണ്ടത്. എന്താണ്? അഭിഷേകം. കാര്യം നമുക്കറിയാമല്ലോ, അഭിഷേകം എന്ന് പറയണത് ഒരു വിഷയത്തിന് രണ്ട് തരത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാകും. ഒന്ന് ക്യാഷ് ആൻഡ് ജോലിക്ക് ജോലി നമുക്ക് നൽകും. ചില കാര്യങ്ങൾ ദൈവം റിസർവ്ഡ് ചെയ്യും. റിസർവ്ഡ് ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തരത്തില്ല. തരാതിരിക്കുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് പകരം ദൈവം തരണത് അഭിഷേകമായിരിക്കും. അങ്ങനെ അഭിഷേകം തന്ന തർക്കം മാറും, ബഹളം മാറും, കരച്ചിൽ മാറും, നിരാശ മാറും. വി വിൽ ബി കണ്ടന്റഡ് ഇൻ അവർ സെൽഫ്. നമ്മൾ തന്നെ. അതാണ് ഒരു വിശ്വാസിയുടെ അവസാന അനുഭവ രൂപം എന്ന് പറയുന്നത്. സെൽഫ് കണ്ടൻറ്റൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അഭിഷേകം പ്രാപിച്ചിട്ട് അവൾ തന്നെ സ്വയം നിശബ്ദമായിരിക്കുന്നു. അതാണ് ഇന്നലെ പറഞ്ഞത്, ഇത് കോൺഗ്രിഗേഷൻ ഓഫ് സൈലൻസ് എന്ന് വെച്ചാൽ എങ്ങനെ സൈലൻസാണ്? വാബുട്ടി ക്ലിപ്പിട്ടിരിക്കുന്ന സൈലൻസ് അല്ല, മറിച്ച് ആ ദൈവത്തിന് വസ്തുക്കൾക്കും അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങൾക്കും പകരം ദൈവത്തെ കിട്ടിയ മനുഷ്യൻ ബഹളങ്ങൾ നിർത്തി ശാന്തവും സൗമ്യവുമായിട്ട് ദൈവ തിരുമനസ്സിൻ ആത്മീയ ആഹാരമായി കിട്ടിക്കൊണ്ട് യോഹന്നാൻ 4:36 അനുസരിച്ച് കൊണ്ട് സ്വയം നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ, അറിയാത്ത ഭക്ഷണം അവന് ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്ത് കാണുമെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം എന്ന് പറയുമ്പോൾ, നമ്മുടെ ഇഷ്ടം നിറവേറ്റുന്നത് നമ്മൾക്ക് അനുഗ്രഹമാകുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് നമുക്ക് കൃപയാകുന്നു, അത് നിങ്ങൾക്ക് അഭിഷേകമാകുന്നു, അത് നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് നീളുന്ന വഴിയാകുന്നു. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങളെ ആരാധനയിൽ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ധ്യാനത്തിലേക്ക് കേൾക്കാം. എല്ലാവരും എഴുന്നേൽക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ നിൽക്കുന്നത്, നിങ്ങളുടെ ബോഡിയിലെ രക്തോട്ടമൊക്കെ ഇങ്ങനെ നിലച്ച പോലെ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട്, വേർത്തത് കൊണ്ടാണ് അച്ഛൻ എഴുന്നേൽപ്പിച്ചത്. നിങ്ങൾ കുറച്ച് നേരം പാടി കർത്താവ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന മഹത്വം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ ഞങ്ങൾ കേട്ട വചനങ്ങളെ പറ്റി ഞങ്ങൾ ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളെല്ലാം, നടക്കാതെ പോയ ആഗ്രഹങ്ങളെല്ലാം യേശുവേ ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവരാജ്യത്തെ മുൻനിർത്തി യാത്ര ചെയ്യുവാൻ യേശുവേ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പാടാം. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പാടാം. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുകളിൽ തീയായി വന്ന് പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുകളിൽ തീയായി വന്ന് പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീരാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീരാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റി
ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട് അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, കൈകൾ ഉയർത്തിയടിച്ച് വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികമുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികമുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടലോളം രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടലോളം രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം ചെയ്യുന്ന പദ്ധതിയാണെന്ന് ആരാധന പ്രവർത്തിക്കേണ്ടവர்களാണെന്നും രാവിലെ വിളിച്ചതുപോലെ ആരാധന ജോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിൽ നയിച്ച് പരിശുദ്ധാത്മാവേ. ജോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിൽ നയിച്ച് പരിശുദ്ധാത്മാവേ. സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും വളരാതെ അഭിഷേകത്താൽ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും വളരാതെ അഭിഷേകത്താൽ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റി ഒരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റി ഒരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഉറക്കെ ഉറക്കെ പാടാം. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികമുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികമുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റി ഒരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റി ഒരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ഈശോയേ.
സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 38 വർഷം കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ എല്ലാവരും വിശുദ്ധമായ രംഗത്താൽ ഉച്ച മുതലേ ഉള്ളക്കാല് വരെ കർത്താവിന്റെ രക്തം പകരട്ടെ. വിശുദ്ധമായ രംഗത്താൽ ഉച്ച ഉള്ളക്കാല് വരെ കർത്താവിന്റെ രക്തം പകരട്ടെ. കർത്താവേ ആണിപ്പെടുത്താർന്ന വലത് കരം ആണിപ്പെടുത്താർന്ന വലത് കരം അങ്ങനെ മക്കളിലേക്ക് വെക്കണമേ. ആന്തരിക രോഗങ്ങള് ബാഹ്യരോഗങ്ങള് ആന്തരിക അവയവ രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ആയിരക്കണക്കിന് ആരാധന ശക്തിയാൽ ദുരിതങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. പക്ഷാപരത്തോടെ പക്ഷാപരത്തെ സ്തുതിക്കട്ടെ. പക്ഷാപരത്ത് വിളിക്കുന്നവരെ പക്ഷാപരത്തെ സ്തുതിക്കട്ടെ. Jesus Christ, pour out His Spirit, touch the fire finger, shock with the precious blood, the authority of the Catholic Church, with the power of Jesus Christ, which are meant to come the Holy Priesthood. I command you, in the name of Jesus Christ be healed. In the name of Jesus Christ be healed. In the name of Jesus Christ be healed. Lord Jesus Christ, pour out Your Spirit, touch the fire finger, shock with the precious blood. I command you, in the name of Jesus Christ be healed. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മുഴകളാണ് അതിൻ്റെ സൂചനയാണ് ഇപ്പം കയ്യിൽ വന്നിരിക്കുന്ന ചെറിയ മുഴകൾ. അതെല്ലാം കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമാണ് ഇപ്പോഴുള്ളത്. ചില ആന്തരിക അവയവങ്ങളുടെ തൊലികൾ ഞെറിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ആന്തരികമായ സൗഖ്യം നൽകി ആന്തരിക അവയവങ്ങൾക്ക് കർത്താവ് സൗഖ്യം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുന്ന സമയമാണ്. വലത് കാലിൻ്റെ വിരലിൻ്റെ കാൽ വെള്ള, അതിൻ്റെ തള്ളവിരലൊഴിച്ചുള്ള 4 വിരലുകൾ, അതിൻ്റെ ബാക്കിലുള്ള വെള്ള ഭാഗം, നമ്മുടെ നിലത്ത് ഊന്നണ ഭാഗം, അത് കടുത്ത മഞ്ഞ നിറത്തിലും കടുത്ത വേദനയിലുമുണ്ട്. അതുപോലെയുള്ള വ്യക്തികളെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിക്കുന്നുണ്ട്. കൈവെള്ളകളെ കർത്താവ് കാണിക്കുന്നുണ്ട്. കൈവെള്ളകളിൽ താങ്ങാനാവാത്ത രോഗങ്ങളുള്ളതും വേദനയുള്ള കർത്താവ് കാണിക്കുന്നുണ്ട്. അതെല്ലാം കർത്താവ് സൗഖ്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കക്ഷത്ത് എപ്പോഴും ബലമായിട്ട് ഇങ്ങനെ നീര് വന്ന് കല്ലച്ച് പോയി കിടക്കും. തപ്പി ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ബലമായിട്ട് തോന്നും. ആ വ്യക്തിയെയും കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു സ്ട്രെച്ചർ ഉപയോഗിച്ച് നടക്കുന്ന വ്യക്തിയെ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഇന്ന് മുതൽ കർത്താവ് അദ്ദേഹത്തിന് പതുക്കെ സൗഖ്യത്തേക്ക് നയിക്കും. സ്ട്രെച്ചർ ഉപയോഗിച്ചാൽ പോലും പരസഹായമില്ലാതെ ബാത്റൂമിൽ പോകാൻ പറ്റാത്ത വ്യക്തിയാണ്. ആ വ്യക്തിയെയും കർത്താവ് ഇനി ഈ സ്ട്രെച്ചർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സ്പർശിക്കുന്ന സന്ദേശമുണ്ട്. ആന്തരിക അവയവങ്ങൾ കരളുകളും അതുപോലെ തന്നെ കുടലും, പിന്നെ ചില എനിക്ക് പേര് അറിയാത്ത ചില അവയവങ്ങളെ, ആന്തരിക അവയവങ്ങളെ കർത്താവ് കാണിക്കുന്നുണ്ട്. രക്തമയം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ കർത്താവ് ഇടതുവശത്തുള്ള ആന്തരിക ഉദരത്തിൻ്റെ നമ്മുടെ പൊക്കിളിൻ്റെ ഇടതുവശത്തുള്ള അകത്തുള്ള ഒരു അവയവത്തിന് അത് രക്തമയം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ രോഗിയെ കർത്താവ് സൗഖ്യപ്പെടുത്തേണ്ട സന്ദേശമാണ്. കുറച്ച് നേരമായി ഇങ്ങനെ മൂക്കിൻ്റെ പെട്ടിയും ഒക്കെ കാണിക്കുന്നുണ്ട്. അവൻ അഡിനോയിഡിൻ്റെ രോഗങ്ങളെ കർത്താവ് കാണിക്കുന്നുണ്ട്. കർത്താവ് അവിടെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ, കണ്ണുകൾ അടച്ചിരിക്കുന്നു, കണ്ണുകൾ തുറക്കാൻ പറ്റുന്നില്ല, കണ്ണുകൾ അടഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെ വെച്ച് കർത്താവ് കാണിക്കുന്നുണ്ട്. ആ കണ്ണുകൾ അവർക്ക് തുറക്കാൻ പറ്റുമോ? കണ്ണ് തുറന്ന് കാഴ്ചകൾ കാണാൻ പറ്റും. കണ്ണ് പോളയുടെ പീലിയുടെയോ ആ ഒരു ബലം നഷ്ടപ്പെട്ടതാണ് കാണിക്കുന്നത്. കർത്താവ് അവിടെ സൗഖ്യപ്പെടുന്നുണ്ട്. അവരെ കർത്താവിലേക്ക് കടന്ന് ആ വ്യക്തികളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്.
ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ആശുപത്രി കിടപ്പ് രോഗികളായിട്ടുള്ളവരും കീമോ എടുത്തുകൊണ്ടിരിക്കുന്നവരും പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കർത്താവെ, കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ, മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടുന്ന സാക്ഷിയാക്കാൻ, എന്നെ സാക്ഷിയാക്കണമെന്നാണ് അവരിപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. എന്തോ നഷ്ടപ്പെട്ടത്, പുതുക്കി കിട്ടാത്ത പാസ്പോർട്ട്, ഇടത് കൈ, സാധാരണ പാസ്പോർട്ട് കൊണ്ട് നടക്കുന്ന ഇടത് കൈയിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വ്യക്തി പ്രത്യേകം സൂക്ഷിക്കുക. കാര്യം സൂക്ഷിക്കുകയല്ല, അദ്ദേഹം രേഖകളുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അതിൻ്റെ പെൻഡിങ് തടസ്സങ്ങളുള്ളത് കർത്താവ് നീക്കുന്ന സമയമാണ്. രേഖ സംബന്ധമായ കാര്യങ്ങൾ, വിസ, പാസ്പോർട്ട്, PR അങ്ങനെയുള്ള എന്തെങ്കിലും രേഖകൾ സംബന്ധമായ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തടസ്സമുള്ളവർ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് കയറി പറയുകയാണ്. അതുപോലെ തന്നെ വയറിൽ നിന്ന് ഒരിക്കലും വയറിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, വയറിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന പോലെ എപ്പോഴും തോന്നും. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പേടിയാണ്, വയറ്റിൽ ആഹാരം പിടിക്കണില്ല. അങ്ങനെ വ്യക്തിയെ കർത്താവ് ഉദരത്തിൽ സ്പർശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ചെറിയ വ്യവസായങ്ങൾ, വ്യാപാരങ്ങൾ, നിർമ്മാണശാലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. മത്സ്യത്തൊഴിലാളികൾ വള്ളവും വലയും സമർപ്പിക്കേണ്ടതാണ്. കർഷകരെ അവരുടെ കാർഷിക ഇടങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തമഴ പെയ്തിറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എല്ലാ കീടനാശിനികളും അതുപോലെ തന്നെ എല്ലാവിധ ക്ഷുദ്രജീവികളും ജന്തുക്കളും നിങ്ങളുടെ പണിപ്പാടുകളിൽ നിന്ന് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവ് ഉത്തരം നൽകുന്ന സൂചനയാണുള്ളത്. കാലാവസ്ഥ ഭേദങ്ങളിലൂടെ ഉണ്ടാകുന്ന ദുരിതങ്ങൾ തൊഴിൽ മേഖലയെ ബാധിച്ചിട്ട് കുടുംബങ്ങൾ പട്ടിണിയായി പോകുന്ന അവസ്ഥകളുണ്ട്. ഒരു കൈ മേലോട്ട് ഉയർത്തിക്കൊണ്ട് ഒരു കൈ കർത്താവിന് നേരെ നീട്ടിക്കൊണ്ട് കാലാവസ്ഥ വ്യതിയാനങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ദുരന്തമുണ്ടാകാമെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ അരൂപിയാൽ നിങ്ങൾ കാലാവസ്ഥയെ ശാസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്ന കാലാവസ്ഥ വ്യതിയാനം കാരണം മനുഷ്യരാശി ഏറെക്കുറെ വളരെയേറെ വേദനിക്കുകയും കഷ്ടപ്പെടുകയും പലരുടെയും ജീവിതമാർഗ്ഗങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥകളിൽ കർത്താവെ, കരയുടെയും കടലിൻ്റെ മേൽ അതിനാഥനായ കർത്താവ്, നിൻ്റെ അണിപ്രധാന വരദരം കാറ്റിനെ ശമിപ്പിച്ചുകൊണ്ട് കടലിനെ ശാന്തമാക്കി നിൻ്റെ വലതുകരം കാലാവസ്ഥകളും നിറയട്ടെ ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന യേശു ഉന്നതമായ നാമത്തിൽ അനുകൂലമായ കാലാവസ്ഥ മനുഷ്യരാശിക്ക് ലഭിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും മൗനമായി മുട്ടുനിന്ന് പ്രാർത്ഥിക്കുക. മൗനമായി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ മൗന പ്രാർത്ഥന സമയമാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ കർത്താവിനെ തൊട്ടപ്പോൾ ചിറകുള്ള ഒരു ദൈവിക രൂപമാണ് കണ്ടത്. ഇപ്പോൾ നിങ്ങൾ വേറെ ഒന്നും പ്രാർത്ഥിക്കരുത്. പരിശുദ്ധാത്മാവിനെ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുക. മൗനമായി പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവികാരുടെ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഉടമ്പടി ഒരു ചെയ്യുന്ന പദ്ധതിയാണെന്ന് കണ്ട് ചൊല്ലുന്ന പ്രാർത്ഥനയേക്കാൾ അപ്പുറത്ത് ഈശോയെ ദൈവസ്നേഹത്തോടെ ഇറങ്ങി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് ഈ ആരാധന മധ്യേ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഉത്തരം നൽകുവാൻ, നിത്യജീവനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ മുഴുവനും കൃപകളും സ്വന്തമാക്കാൻ എളിമയോടുകൂടി ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ
ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ. ആവേ 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 മരിയ. മക്കളെ, 2 അറിയിപ്പുകളുണ്ട്. ഒന്ന്, എല്ലാ ദിവസവും നമുക്ക് രാവിലെ 5:30 അച്ഛൻ നിങ്ങൾക്ക് ഡെയിലി ബ്രെഡ് എന്നുള്ള 12 മിനിറ്റ് നിൽക്കുന്ന ഒരു അതായത് ഒരു നമ്മുടെ 20 വർഷം തികയുന്ന അമ്മയുടെ പ്രത്യക്ഷ 20 വർഷം തികയുന്നതിൻ്റെ സൂചനയായിട്ട് ഇനി അതിൻ്റെ ജൂബിലി പ്രാർത്ഥന വരുമ്പോൾ അച്ഛൻ പറയാം, ഇതുവരെ ജൂബിലി പ്രാർത്ഥന അമ്മ തരുമെന്നുള്ള സൂചനയെ ഞാൻ അനൗൺസ് ചെയ്തായിരുന്നു നേരത്തെ. അപ്പം അതുവരെ നമുക്ക് ചെയ്യേണ്ടത് ഇപ്പോഴുള്ള 5:30 മണിക്കുള്ള പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ പങ്കെടുക്കണം. അത് ആ 5:30 മണിക്ക് തന്നെ പങ്കെടുക്കാൻ വേണ്ടി പ്രത്യേകം നിങ്ങൾ ഒരുങ്ങി പ്രത്യേകിച്ച് ഫ്രഷായിട്ട് പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. ആ പ്രാർത്ഥനയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. ഈ ഒരു ജീവിതത്തിൽ ഒരു ദിവസം ആവശ്യമായ എല്ലാം അതിൻ്റെ ഉണ്ട്. നിങ്ങൾ അതിന് ശേഷം പോയി കുർബാന കൂടിയാൽ മാത്രം മതി. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കുർബാന കൂടാൻ പറ്റുന്നവർ കുർബാന മുടക്കരുത്. അതായത് ആദ്യം അതിനകത്തുള്ളത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകാനുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ആദ്യം ചെല്ലുന്നത്. അത് 3 മിനിറ്റേ ഉള്ളൂ. സെക്കൻഡ് സെക്ഷനിൽ വരണത് ഇന്ന് നിങ്ങൾ പോകുന്ന വഴികൾ, ഇടപെടുന്ന വ്യക്തികൾ, ചെയ്യുന്ന ജോലികൾ, അതിനാവശ്യമായ ദൈവാനുഗ്രഹത്തിന് വേണ്ടിയുള്ള കോമൺ പ്രെയറാണ്. അതാണ് അനുദിന അനുഗ്രഹ പ്രാർത്ഥന തന്നെ. അത് ആ സമയത്ത് നിങ്ങൾ കൈകൾ കുപ്പി ശിരസ് നമിച്ച് ആശീർവാദവും അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് മുട്ട നീക്കണം. അല്ലാത്തവർ ആ നിന്നത്തെ എല്ലാം സമർപ്പിക്കണം. പറ്റുമെങ്കിൽ നേരത്തെ തന്നെ അച്ഛൻ പറയുകയാണ്, ഇപ്പം നാളെ രാവിലെ 5:30 പ്രാർത്ഥന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീട് പണിയാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ആ മൊബൈലും കൊണ്ട് 5:30 പണിയാനുള്ള സ്ഥലത്താണ് പോയി നിൽക്കേണ്ടത്. പറ്റുമെങ്കിൽ നമ്മുടെ തിരി അവിടെയാണ് കത്തിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ പശുവിനെ വാങ്ങിക്കുകയാണ്, അത് തൊഴുത്തിൽ കേട്ട്, അപ്പോൾ നിങ്ങൾ അവിടെയാണ് പോയി നിൽക്കേണ്ടത്. പറ്റുന്നവർ നിന്നാൽ മതി കേട്ടോ. രാവിലെ പുറത്തിറങ്ങാൻ പറ്റുന്നവർ പുറത്തിറങ്ങിയാൽ മതി. പക്ഷേ എന്നാലും അത് യുചിതമായൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ അസുഖമായി കിടക്കുക, അപ്പോൾ 5:30 അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ആ 5:30 കുഞ്ഞിൻ്റെ അടുത്ത് നിന്നാണ് ആ മൊബൈൽ എടുത്ത് ആ തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞിൻ്റെ ശരീരത്തിൽ തൊട്ട് കൈ തൊട്ട് പ്രാർത്ഥിക്കണം. ഗർഭിണികളുണ്ടെങ്കിൽ ആ 5:30 പ്രാർത്ഥിക്കും. അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ 5:30 ഗർഭിണിയുടെ വയറെ തൊട്ട് പ്രാർത്ഥിക്കണം. അപ്പം അങ്ങനെ എന്താണ് ഇപ്പം നിങ്ങളുടെ പ്രമാണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോണില്ല, കിട്ടണില്ല, അപ്പോൾ ആ അപേക്ഷ കയ്യിലുണ്ടായിരിക്കണം 5:30 നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. ഇതിനാണ് ഡെയിലി ബ്രെഡ് എന്ന് പറയുന്നത്. ഡെയിലി ബ്രെഡ് അന്ന് ഡെയിലി ബ്രെഡ് എന്ന് പറയുന്നത് അതിൽ വായിക്കുന്ന വചനത്തിനാണ്. അനുദിന അനുഗ്രഹ പ്രാർത്ഥനയാണ് 2ാമത്തെ സെക്ഷനായിട്ട് പറയുന്നത്. അപ്പോൾ 1 പ്രത്യക്ഷയുടെ പ്രാർത്ഥന, 2ാമത്തത് അനുദിന അനുഗ്രഹ പ്രാർത്ഥന, 3ാമത്തത് ആണ് ഒരു വചനം, അന്നത്തെ വചനം കർത്താവ് തരുന്നത് വായിച്ചിട്ട് അത് 2 മിനിറ്റ് കൊണ്ട് വ്യാഖ്യാനിക്കും. എല്ലാം കൂടി 12 മിനിറ്റേ ഉള്ളൂ. അത് മിസ് ആകാതിരിക്കാൻ തന്നെയല്ല, അതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. കാര്യം ഈ 20 വർഷം കഴിഞ്ഞെന്ന് അമ്മ എന്നോട് പറഞ്ഞ ദിവസം തന്നതാണിത്. അപ്പോൾ 20 വർഷത്തെ അനുഗ്രഹങ്ങളെല്ലാം അതിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് ഈ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റ സ്റ്റെച്ചിന് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിലും ഒരു ധ്യാനം പല പ്രാവശ്യം കേൾക്കുന്നവരുണ്ട്, ആവർത്തിച്ച് കേൾക്കുന്നവരുണ്ട്. അപ്പോൾ കേൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ധ്യാനം, നിങ്ങൾക്കറിയാം ഈ ധ്യാനം ഒന്നും എല്ലാം ഈശോ ഓൺലൈനിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയണത്. അതുകൊണ്ടാണ് ഇതിനെ വചനത്തിൻ്റെ ആന്തരിക അർത്ഥമൊക്കെ നമുക്ക് കിട്ടണത്. അപ്പം അതെല്ലാം നിങ്ങൾ കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് ജീവിതത്തെ പ്രാവർത്തികമാക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, പകർച്ച കൊടുക്കണം. മറ്റു വള്ളക്കാരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് 2 വള്ളങ്ങളും മുങ്ങാറാവുകളും നിറച്ചെന്നല്ലേ കർത്താവിൻ്റെ അത്ഭുതകരമായ മീൻപിടുത്തത്തെക്കുറിച്ച് പറയണത്. ഇത് ആധ്യാത്മികമായ ഒരു മീൻപിടുത്തം തന്നെയാണ്. മനുഷ്യരെ പിടിക്കുകയാണ് നമ്മളെ. നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്നല്ല ഈശോ പറഞ്ഞത്. മത്സ്യം പിടിക്കുന്നവരെ നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം.
അത് ഇക്കാലങ്ങളിൽ അത് യൂട്യൂബിൽ ഷെയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ മനുഷ്യരെ പിടിക്കുന്നത്. അപ്പോൾ നമ്മളാരായി? വിശ്വാസികളല്ല, നമ്മളാരായി? കർത്താവിൻ്റെ ശിഷ്യന്മാരായി ഷെയർ ചെയ്യുമ്പോൾ. അതൊക്കെ അറിഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് വേണ്ടി ജീവിക്കണവർ ദൈവത്തിന് തോന്നിയാൽ പിന്നെ എല്ലാം ദൈവം നോക്കിക്കൊള്ളും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അച്ഛനെയും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണേ. ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കണം.